വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഫിഷറീസ് മിനിസ്റ്റർ ആയിട്ടുള്ള സജിൻ ചെറിയാനെതിരെ കേസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ഭരണഘടനയെ കുറിച്ച് സംസാരിച്ചതുകൊണ്ടാണ്. എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മിനിസ്റ്ററിനെ പുറത്താക്കാനുള്ള അധികാരം ഗവർണറിനാണോ ചീഫ് മിനിസ്റ്ററിനാണോ എന്നാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, ഒരു മിനിസ്റ്റർ ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ രാജിവെക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരു മിനിസ്റ്ററിനെ പുറത്താക്കാനുള്ള അധികാരം ഗവർണറിനാണോ അതോ ചീഫ് മിനിസ്റ്ററിനാണോ എന്നാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 163 163 കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ പറയുന്നുണ്ട്. അതായത് ഗവർണറിന് ഗവർണറുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ ഫംഗ്ഷൻ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവർണറിന് ആരെ അഡ്വൈസ് വേണം? കൗൺസിൽ ഓഫ് മിനിസ്റ്റർ വിത്ത് ചീഫ് മിനിസ്റ്റർ, അതായത് ചീഫ് മിനിസ്റ്റർ ഹെഡ് ആയിട്ടുള്ള കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ എയ്ഡഡ് അഡ്വൈസിലാണ് ഗവർണർ വർക്ക് ചെയ്യുന്നത്. അതായത് ഗവർണറിന് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ചീഫ് മിനിസ്റ്ററോ ക്യാബിനറ്റോ എന്താണോ പറയുന്നത് അതാണ് എടുക്കുക. അതായത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ചീഫ് മിനിസ്റ്ററോ അല്ലെങ്കിൽ ക്യാബിനറ്റിനാണ് ഒരു മിനിസ്റ്ററിനെ പുറത്താക്കാനുള്ള അധികാരമുള്ളത്. എന്നാൽ പുറത്താക്കുന്നത് ഗവർണർ ആയിരിക്കും, അതുപോലെ അപ്പോയിന്റ് ചെയ്യുന്നതും ഗവർണർ ആയിരിക്കും. പക്ഷെങ്കിൽ പുറത്താക്കാനുള്ള ഡിസിഷൻ എടുക്കുന്നത് ക്യാബിനറ്റ് ചീഫ് മിനിസ്റ്റർ ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഒരു മിനിസ്റ്റർ രാജിവെക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യമാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, സുപ്രീം കോടതിയിൽ ഒരു വേർഡിക്റ്റ് ഉണ്ട്. അതായത് പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ എന്ത് ചെയ്യണം, ഒരു സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്റർ എന്ത് ചെയ്യണം, ഒരു മോറൽ കൺസേൺ എടുത്തിട്ട് എന്ത് ചെയ്യണം, ഒരു ചാർജ് ഷീറ്റ്, ഒരു പേഴ്സന്റെ പേരിൽ ചാർജ് ഷീറ്റ് ഉള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ, അതായത് ഒരു ട്രയലിലേക്ക് പോകുന്ന ഒരാളാണെങ്കിൽ അയാളെ മിനിസ്റ്റർ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചീഫ് മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററും എന്ത് ചെയ്യണം, പരമാവധി ശ്രമിക്കണം. മോറൽ കൺസെപ്റ്റ് ആണ് ഇതിന്. എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു തരത്തിലുള്ള ലിമിറ്റേഷനോ അതുപോലെ തന്നെ റെസ്ട്രിക്ഷൻസോ ഇതിനില്ല. അതായത് ഒരു MLA അല്ലെങ്കിൽ ഒരു MP ക്യാബിനറ്റിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു റെസ്ട്രിക്ഷൻസോ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നില്ല. എന്നാലും ഒരു മോറൽ കൺസേൺസ് വെച്ചിട്ട് ചീഫ് മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററും എന്ത് ചെയ്യണം, ഇവരെ മിനിസ്റ്റർ ആക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നേ പറ്റുള്ളൂ. അതായത് ഇങ്ങനെ ഒരു ട്രയൽ വന്നു കഴിഞ്ഞാലും ശരി, ഒരു കേസ് ഈ മിനിസ്റ്ററിന്റെ പേരിൽ വന്നാലും കുഴപ്പമില്ല, മിനിസ്റ്ററായിട്ട് തുടരാവുന്നതാണ്, ഒരു കുഴപ്പമില്ല എന്നാണ്. അതായത് നമ്മളെ ലീഗൽ സിസ്റ്റത്തിൽ യാതൊരു തരത്തിലുള്ള ലീഗൽ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ അവർക്കില്ല. ഓക്കെ, അതായത് റിസൈൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല, രാജിവെക്കണമെന്നില്ല. ഇനി നമ്മൾ നോക്കുന്നത് മെമ്പേഴ്സ്, അതായത് പാർലമെന്റ് മെമ്പേഴ്സ്, അതായത് MP അല്ലെങ്കിൽ MLA ക്ക് എന്തുണ്ട്, ഒരുപാട് പ്രിവിലേജസ് ഉണ്ട്. അതിൽ കുറച്ച് പ്രിവിലേജസ് ആണ് ഫ്രീഡം ഫ്രം അറസ്റ്റ് ഡ്യൂറിംഗ് സെഷൻ, അതായത് അസംബ്ലീസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ്, അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ അറസ്റ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ സെഷൻ, അതായത് സെഷൻ നടക്കുന്നതിന്റെ 40 ദിവസം മുൻപോ അല്ലെങ്കിൽ അതിന് സെഷൻ നടന്നിട്ട് 40 ദിവസം കഴിഞ്ഞിട്ടോ ആ ഡ്യൂറേഷനിൽ എന്താണ്, അവർ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉള്ളതാണ് അറസ്റ്റ് വിത്തിൻ ദ ലെജിസ്ലേച്ചർ, അതായത് അസംബ്ലിയിലുള്ള സമയത്ത് അവർ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അറസ്റ്റ് ചെയ്യാൻ പറ്റും വിത്ത് പെർമിഷൻ, ഹൗസിന്റെ പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, അറസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്ത് അറസ്റ്റ്, ഒരു MLA-നോ അല്ലെങ്കിൽ MP-നെയോ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, സ്പീക്കറിനോട് സംസാരിച്ച്, അതായത് സ്പീക്കറിന്റെ പെർമിഷൻ എടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നാൽ ഈ ഒരു കേസിൽ കോടതി അദ്ദേഹത്തെ കുറ്റവാളിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തരത്തിൽ, അതായത് MLA-യോ MP-യോ എന്താണ് കൺവിക്ട് ചെയ്തിട്ടുണ്ട്, അതായത് ജയിലിലേക്ക് ഇംപ്രസ്മെന്റ് ഇട്ടിട്ടുണ്ട്, അതായത് മിനിമം 2 years 2 വർഷത്തേക്കുള്ള ഇംപ്രസ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യും, അവരുടെ മെമ്പർഷിപ്പ്, അതായത് MLA-യോ MP-യോ ആരായാലും ശരി, ആ മെമ്പർഷിപ്പ് അവിടെ നിന്ന് ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ എന്ത് ചെയ്യും, ഡിസ്മിസ് ചെയ്യും, അതായത് പോകും. ഓക്കെ, അതാണ്. എന്നാൽ ഈ ഒരു കേസിൽ ഇങ്ങനെ സംഭവിക്കും, അതായത് MLA ആണ്, MLA പോകും. അത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ ആക്ടിനെ പറ്റി നോക്കാം. ഈ ആക്ടിൽ പറയുന്നത്, അതായത് കേസ് എടുത്ത ആക്ട് എന്ന് പറയുന്നത് സെക്ഷൻ 2 ഓഫ് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് 1971 ആണ്. ഇതിൽ പറയുന്നുണ്ട് വ്യക്തമായിട്ട്, അതായത് ഒഫൻസസ് ടു ഡിസ്റെസ്പെക്ട്, അതായത് നാഷണൽ ഫ്ലാഗിനെയോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെയോ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒഫൻസസ് നമ്മൾ ചെയ്തു കഴിഞ്ഞാലാണ് ഈ ഒരു ആക്ട് വരുന്നത്. ഇതിന്റെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഇംപ്രസ്മെന്റ്, അതായത് ജയിൽ ശിക്ഷ അപ് ടു 3 years ആണ്, അല്ലെങ്കിൽ ഫൈൻ അല്ലെങ്കിൽ രണ്ടും, അതായത് 3 വർഷം വരെ തടവ് ശിക്ഷ ഉണ്ടാവാം. അപ്പം കോടതി ഇത് 2 വർഷത്തിൽ കൂടുതലുള്ള ശിക്ഷയാണ് കൊടുത്തിട്ടുള്ളെങ്കിൽ, അതായത് വിധിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇവരുടെ MLA പദവി പോകും. അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യും, മിനിസ്റ്റേഴ്സ് എന്ത് ചെയ്യും, ചീഫ് മിനിസ്റ്റർ അതായത് ക്യാബിനറ്റ് എന്ത് ചെയ്യും, മിനിസ്റ്ററിനോട് റിസൈൻ ചെയ്യാൻ പറഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.